അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, കമാലിയത്ത് എന്നുള്ളൊരു പേരുമിട്ട് സൂഫിസത്തെക്കുറിച്ച് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സൂഫിസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നുള്ളതാണ് ചില വ്യക്തികളുടെ പരാതി. സൂഫിസത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്, അതിൻ്റെ ക്ലാസ്. സൂഫികളാകാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടോ? അല്ലെങ്കിൽ സൂഫികളെ പിൻപറ്റി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? സൂഫികൾ എന്താണെന്ന് അറിയുന്നവരുണ്ടോ? ഈ അറിയുന്ന ആളുകളൊക്കെ ധാരാളം കഥകൾ, അതിൻ്റെ നിയമങ്ങൾ ഒക്കെ ക്ലാസ് പോലെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കാണാം. കക്കാട് ഫൈസി സംസാരിക്കുന്നുണ്ട്. അതുപോലെ എത്രയോ ആലിമ്യങ്ങൾ, അതുപോലെ തന്നെ ഒരു മീൻചന്ത ബാവ എന്ന് പറയുന്ന ഒരു മഹൽ വ്യക്തി, അദ്ദേഹവും ധാരാളം വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവർ സംസാരിക്കുന്നു. അങ്ങനെ പല വിഭാഗങ്ങളും ഈ സൂഫി മേഖലയുടെ പല തരീക്കത്തിൻ്റെ പല റൂട്ടുകൾ ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പൊതുവെ പറഞ്ഞല്ലോ, അനുഭവങ്ങൾ, നമ്മൾ കടന്നു വന്ന വഴികൾ, സഞ്ചരിച്ച പാതകൾ, കണ്ട വിഷയങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കാം, അടുത്ത ദിവസം ഇങ്ങനെ സംസാരിക്കാം എന്നൊക്കെ കരുതി ഒരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിരുന്ന് പറയണതല്ല. വന്ന് ഇരിക്കുമ്പോൾ എന്താണോ മനസ്സിൽ വന്നത് അതങ്ങോട്ട് ബ്രേക്കില്ലാതെ പറഞ്ഞു പോകും. അന്ന് പറയാൻ വിധിക്കപ്പെട്ടത് അതാണെന്ന് ഞാൻ കരുതും. കേൾക്കുന്നത് നിങ്ങളാണ്, പറയുന്നത് ഞാനാണ്. എങ്കിലും ഞാൻ എന്നോട് തന്നെയാണ് കൂടുതലും പറയുന്നത്. ഇത് കേൾക്കുന്ന പലതരം ആളുകളുണ്ട്. വഹാബികളുണ്ട്, അവരതിൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കും. അതുപോലെ തന്നെ സൂഫികളുമായി ബന്ധം സ്ഥാപിച്ച ആൾക്കാരുണ്ട്. ആ ബന്ധം സ്ഥാപിച്ച ആൾക്കാർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് കൊണ്ടിട്ട് ഇത് കേൾക്കുമ്പോൾ അവർക്കൊന്നും തോന്നില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറേ അൽഹംദുലില്ലയുടെ ആൾക്കാരുണ്ട്. അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ, അവർ ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. ഈ ഒന്നും അറിയാത്ത ആൾക്കാരോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അവർ മതി. കാരണം ഒരു കുട്ടി പ്രസവിച്ച് വീണ് കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹം ആ കുട്ടിക്ക് ബിരിയാണി കൊടുക്കണമെന്നാണ്. ഏറ്റവും നല്ല ഭക്ഷണം, ഒരു ബിരിയാണി അവനെ തീറ്റിക്കണം. പക്ഷെ നടക്കും? എൻ്റെ മോനൊരു ബിരിയാണി കഴിച്ചിട്ട് കണ്ടാലാണ് എനിക്ക് സംതൃപ്തിയാകും. പക്ഷെ ആ കൊച്ചിൻ്റെ വായിലേക്ക് ബിരിയാണി കൊണ്ട് വെച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അത്തരം അറിയാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടാണ്. കുട്ടികളെന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ട് ഇതിനൊക്കെ രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ, രക്ഷപ്പെടുത്താൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. ഇവരുടെ അടുത്തൊക്കെ പോയി പെട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളിലും വിഷമങ്ങളിലൊക്കെ പെടും. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ കുറ്റം പറയുന്നവരും, എങ്കിൽ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം പിന്തുടരുന്നവരുമൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. ഇപ്പോൾ കക്കാട് ഫൈസീനെ തന്നെ നമ്മളൊരു ഉദാഹരണമായിട്ടെടുത്താൽ, ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ആ വാഴ് കേൾക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കക്കാട് ഫൈസിയിലെ വാഴ് എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ആളുകൾ. ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കാൻ ആരുമില്ല.
ഇന്ന് അദ്ദേഹം ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒന്നുമല്ല. അപ്പോൾ അത്രയും ഇൽമുള്ള ആ മഹൽ വ്യക്തി സൂഫിസത്തിനെ കുറിച്ചിട്ട് ആധികാരികമായി പല വിഷയങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെതായ കമൻ്റ് നോക്കുമ്പോഴും അദ്ദേഹത്തിനും തെറി പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാനെന്താ പറയാനുള്ളത്? ഞാൻ പറയണത് എന്നെപ്പോലുള്ള ആൾക്കാരോടാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ജീവിതം കണ്ടു തുടങ്ങിയ കാലം മുതൽ പല സ്വപ്നങ്ങളുമായിട്ട് വന്നിട്ട് ഒടുവിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ആ ദാമ്പത്യ ജീവിതം നമ്മൾ ആഗ്രഹിച്ചതുപോലെ പുരുഷനായാലും സ്ത്രീയായാലും അത് പരസ്പരം ചേരാതെ രണ്ടു കൂട്ടരുടെയും മാനസികപരമായ രണ്ട് തരത്തിലുള്ള പ്രയാസങ്ങൾ പലതരത്തിൽ പലരോടും ഷെയർ ചെയ്തുകൊണ്ട് ഓരോ ദിവസവും കടന്നിങ്ങനെ പോകുമ്പോൾ അവർക്ക് സന്താനങ്ങളും പിന്നെ സന്താനങ്ങളും ഓർക്കുള്ള ക്ഷമിക്കലും ഒക്കെ ആയിക്കൊണ്ടൊക്കെയാണ് പലരും ജീവിച്ചു പോകണം. ഇതിൻ്റെ ഇടയിൽ രണ്ടു കൂട്ടർക്കും ആഗ്രഹമുണ്ട്, ഒന്ന് നല്ല രീതിയിലൊന്ന് ആയിക്കിട്ടിയാൽ, അല്ലെങ്കിൽ ഭർത്താവിന് നല്ലൊരു ജോലി ഉണ്ടായാൽ, അല്ലെങ്കിൽ കുടുംബത്തിലൊരു സമാധാനം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മദ്യപാനം ഒന്ന് നിന്ന് കിട്ടിയാൽ, ഇങ്ങനെയൊക്കെ പല രീതിയിലും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ സ്ത്രീകളാണ്. അതുകൊണ്ട് മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നൊരു സമാധാനത്തിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ വഴിപാട് നേർച്ചകളായിട്ട് പിന്നെ ധാരാളം പലതരത്തിലുള്ള അസ്മായിൻ്റെ ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ളവരുടെയൊക്കെ പുറകെ പോകും. കുറേയൊക്കെ പോയി പലതും ചെയ്തു നോക്കിയിട്ടൊന്നും പരിഹാരം കിട്ടുന്നില്ല. ഇവരുടെ മനസ്സിൻ്റെ കുതിരത്ത് കൊണ്ടൊക്കെ കുറച്ച് ആശ്വാസം ഇവർക്ക് തന്നെ ഫീൽ ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ശരിയാവൂരി എന്ന് സമാധാനപ്പെടും. കുറേ കഴിയുമ്പോൾ വീണ്ടും പ്രയാസമാവും. അപ്പോൾ യഥാർത്ഥത്തിൽ സൂഫിസത്തിൻ്റെ ആധികാരികമായിട്ടുള്ള അടുക്കും ചിട്ടയൊന്നും പഠിപ്പിക്കലല്ല എൻ്റെ ജോലി. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നമ്മൾ ഒരു കോഴ്സിന് ചേരുമ്പോൾ, ഒരു ഉദാഹരണത്തിന് അലൂമിനിയം ഫാബ്രിക്കേഷൻ, ഇതിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകുന്നവരുണ്ട്. ക്ഷമിക്കണം, എനിക്ക് തൊണ്ടയിൽ കുറച്ച് ചുമ, ഈ തണുത്ത അവസ്ഥകൾ കുറച്ച് അനുഭവിക്കേണ്ടി വന്നു. നല്ല ചൂടുകാലമാണെങ്കിലും ഇടയ്ക്ക് 1-2 യാത്രകളിലൊക്കെ പല സ്ഥലത്തുനിന്നും പലതും കഴിച്ചിട്ട് തൊണ്ടയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡിസ്റ്റർബ് വേണമെന്ന് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചാൽ എങ്കിലും മനസ്സ് പറയണമെന്ന് തോന്നിയതുകൊണ്ട് പറയാൻ. അപ്പോൾ ഞാൻ ഈ അലൂമിനിയം ഫാബ്രിക്കേഷൻ പഠിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയിട്ടില്ല. എൻ്റെ അടുത്ത് ഈ ജോലിക്ക് പോകുന്ന ഒരു പയ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും പോയി. അയാളുടെ കൂടെ പോയി നിന്നാണ് ഞാൻ ഈ പണി പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് എസ്റ്റിമേറ്റ് ഇടാൻ അറിയില്ല. ഒരു പണി ഏൽപ്പിച്ചാൽ പണി ചെയ്യാനറിയാം. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയവനിക്ക് എസ്റ്റിമേറ്റ് ഇടാം, ഇത്ര മെറ്റീരിയൽ വേണം, ഇത്ര ഇത് വേണം, ഇത്ര അത് വേണം എന്നൊക്കെ അവനിക്കൊരു കണക്ക് കിട്ടും. പക്ഷെ ചിലപ്പോൾ നന്നായിട്ട് പണിയൂല. അപ്പം ഞാൻ ഇങ്ങനെ പോയി പണി പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കണക്കിടാൻ അറിയാൻ പാടില്ല. അതാണ് ഞാൻ ഈ കണക്ക് പറയാത്തത്, ഇതിൻ്റെ നിയമവശങ്ങൾ പറയാത്തത്. എനിക്ക് നിയമവശങ്ങളൊന്നും അറിയില്ല. അപ്പം നിയമവശങ്ങളൊന്നും സംസാരിക്കാൻ ഞാൻ ആളല്ല. കാരണം നിയമങ്ങളിലൂടെയല്ല, കാരണം ഞാൻ യാദൃശ്ചികമായി കണ്ടുമുട്ടുകയും ആ കണ്ടുമുട്ടിയതിലൂടെയുള്ള അനുഭവങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അത് പല സദസ്സുകളിലും പോയി സംസാരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എല്ലാവർക്കും പുതിയ അറിവുകളും പുതിയ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു മീഡിയയിൽ കൂടി ഒരു പരിധിയുണ്ട് പറയണേ. അതിൻ്റെ ആധികാരികമായ വിഷയങ്ങളൊന്നും മീഡിയയിൽ കൂടി പറയാൻ പറ്റുന്നതല്ല. ഒക്കെ കുറേ സംസാരിച്ച് അതിനോട് ഇഷ്ടം തോന്നി അങ്ങനെയൊക്കെ താല്പര്യം വരുമ്പോൾ ആ താല്പര്യം അനുസരിച്ച് കൊണ്ട് മുഖാമുഖം സംസാരിക്കുമ്പോഴാണ് അതിന് സുഖം ഉണ്ടാകുന്നത്.
പക്ഷെ നേരെ ഇപ്പം തന്നെ ഓടി വന്നിട്ട് സൂഫിസത്തെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാൻ പോണില്ല, പറഞ്ഞാലും അറിയാൻ പോണില്ല. ഇനി പറഞ്ഞ് കംപ്ലീറ്റ് പറഞ്ഞാലും അത് ചുവന്നുകൊണ്ട് കിടക്കാൻ അവനെ കൊണ്ട് പറ്റിയില്ല. കേട്ട് 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 എത്രയോ വർഷങ്ങളായി ഓരോരുത്തർ നിസ്കരിക്കുന്നു, വർഷങ്ങളായി നിസ്കരിക്കുന്ന ആൾക്കാർ. എന്നിട്ട് അവരോട് ഒന്ന് ചോദിച്ചു നോക്ക്, ഇത്രയും കാലം നിസ്കരിച്ചില്ല, ഇനി ഇന്ന് സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചു നോക്കിയേ, അപ്പോഴും അവർക്ക് സംശയമായിരിക്കും. അപ്പം എന്ന് പറഞ്ഞ പോലെ എല്ലാം ഇങ്ങനെ കേൾക്കാമെന്നല്ലാതെ ചെയ്യാമെന്നല്ലാതെ അതിനൊരു പൂർണ്ണത കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈ വിഷയത്തിൽ ചില പൂർണ്ണതകളുണ്ട്. ആ പൂർണ്ണത ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാലത്തിനനുസരിച്ച് കൊണ്ട് മാറ്റങ്ങൾ വന്നു. ആ മാറ്റത്തിനനുസരിച്ച് കൊണ്ട് മനുഷ്യൻ്റെ സംസാര രീതികൾക്കൊക്കെ മാറ്റങ്ങൾ വന്നു. എന്നതുകൊണ്ട് ഇത്തരം ചാനലുകളിലൂടെ നമ്മൾ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഒരു പബ്ലിക്കിനോടാണ്, നമ്മൾ പബ്ലിക്കിനെ ഉദ്ദേശിച്ചിട്ടല്ല, ഇത് ഇഷ്ടപ്പെടുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നതെങ്കിലും മൊത്തത്തിലൊരു പബ്ലിക്കാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ പലരുടെയും കാഴ്ചപ്പാടുകൾ, അറിവുകൾ ഒക്കെ പല തട്ടുകളിലാണ്. പലരും പല അഭിപ്രായങ്ങൾ പറയും. അപ്പം അങ്ങനെ ഒരാളൊരു അഭിപ്രായം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ മാനിച്ചു. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അത് വ്യക്തമാക്കണമില്ല. അദ്ദേഹത്തിനെ നേരിൽ കാണാൻ ചോദിച്ചിട്ട് അതിനും സ്ഥലം പറഞ്ഞു തന്നില്ല. എനിക്കറിയാത്ത അറിവുണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്ത് പോയിരുന്ന് പഠിക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അതിനും പുള്ളി സമ്മതിക്കണില്ല. എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ വിഷയത്തിൽപ്പെട്ടതല്ല. അപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് നല്ല രീതിയിൽ, കാരണം ഇൽമു പലർക്കും പല രീതിയിലാണ്. ചിലപ്പോൾ ഞാൻ പറയുന്നത് കറക്റ്റാകണമെന്നില്ല. എങ്കിലും ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ്, എൻ്റെ കാഴ്ചപ്പാടുകളാണ്. ഈ സൂഫി വര്യന്മാരുടെ അരികിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് അവർ കാണിക്കുന്ന ഓരോ പ്രക്രിയകളുണ്ട്. ചെന്ന കാലത്ത് ഞാൻ കഥ പറഞ്ഞു വന്നല്ലോ, ഇനി വിഷയത്തിലേക്ക് വരാം. വയലത്തൂർ തങ്ങളുടെ കഥയൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതിൽ വയലത്തൂർ തങ്ങളുടെ പേര് മാത്രം പ്രതിപാദിക്കാൻ കാരണമുണ്ട്. കാരണം അവരെ ഇന്ന് ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുകയും അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു വ്യക്തി മുഖാന്തരം ആ ഒരു നാട്ടിൽ വളരെയധികം ഒത്തൊരുമയോടുകൂടി കഴിഞ്ഞിരുന്നവരൊക്കെ ഭിന്നിച്ചു പോയി, പരസ്പരം ബന്ധമില്ലാതെ ആയിപ്പോയി. എന്താ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയത്? ആ മഹലിലെ ഹത്തീബായിരുന്നു. അദ്ദേഹം പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണാനും അറിയാനൊക്കെ പറ്റിയത്. പക്ഷേ ആ പരിചയപ്പെടുത്തിയ ആളെ ശരിയല്ല എന്ന് പറഞ്ഞ ആൾ വയലത്തൂർ തങ്ങളാണ്. അപ്പം അത്രയും സ്നേഹബന്ധങ്ങളിൽ കഴിഞ്ഞിരുന്ന ഞങ്ങളൊക്കെ സ്പ്ലിറ്റായി പോയതിൻ്റെ ഒരു വിഷമമാണ് ഞാനാ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നന്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരുടെയും പുറകുവശങ്ങളിലേക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാവരിലും കുറവുകളുണ്ടാവും. എല്ലാവരിലും ഉണ്ട്, ഈ പറയുന്ന എന്നിലും ഉണ്ട്. നമ്മളും ഉറക്കത്തിൽ നിന്ന് എണീച്ചപ്പോൾ ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് ചെയ്വും കുത്തുപോയിട്ടൊന്നും വന്നവരല്ല. നമ്മൾ കേട്ടു, നമ്മുടെ കാരണവന്മാർ പറഞ്ഞു, അറിഞ്ഞു എന്ന് വെച്ച് ആ വഴി സഞ്ചരിക്കാനൊന്നും നമ്മൾ പോയിട്ടില്ല. യാദൃശ്ചികമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെ ഇത്തരം അനുഭവങ്ങൾ അറിയാനും അവരവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലാനും അവരവരുടെ പ്രവൃത്തികൾ കാണാനും ഒക്കെ ഇടയായ സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഈ വഴുതു പറയുന്ന ആളുകളുടെ പ്രസംഗ രീതികൾ കാണുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അതും ഇതും തമ്മിലൊരു ബന്ധവും കാണുന്നില്ല. ഇവരൊക്കെ വലിയ വലിയ കറാമത്തുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ അവരോടൊപ്പം യാത്ര ചെയ്തപ്പോൾ അതൊക്കെ എങ്ങനെ സംഭവിച്ചു, ചില കാര്യങ്ങളൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്, എന്നാലത് ഒരു വ്യക്തിക്ക് അത്ഭുതകരമായിട്ടുണ്ടാകുമ്പോൾ. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഒരു രാത്രിയിൽ ഏതാണ്ട് 1 മണിയായി. അന്ന് കളമശ്ശേരി ആ ഭാഗത്ത് കണ്ടെയ്നർ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് കാലിക്കറ്റിൽ നിന്ന് തങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കളമശ്ശേരി ഭാഗത്ത്. അങ്ങനെ ഞാൻ തങ്ങളെ കണ്ട് സംസാരിച്ച് സമയം പോയി. ഏതാണ്ട് 1 മണിയായി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. നല്ല മഴ, ഞാനുണ്ട്, ഭാര്യയുണ്ട്. ഞങ്ങൾ കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ വരുമ്പോൾ ഈ കണ്ടെയ്നർ റോഡ് ക്രോസ് ചെയ്ത് മുറിച്ച് വേണം ഈ പാതാളം ഭാഗത്തോട്ട് പോകാൻ. അപ്പോൾ റോഡ് പണി നടക്കാൻ വേണ്ടി മൊത്തം വെട്ടിപ്പൊളിച്ചിട്ടേക്കണം കൊണ്ടിട്ട് നല്ല മഴ കാരണം ഇറങ്ങിപ്പോകേണ്ട വഴി മനസ്സിലാകണില്ല ലൈറ്റിൽ.
പയ്യെ 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 ഇറക്കി കൊണ്ടുവന്നപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് വീല് രണ്ടും അവിടുത്തെ ഒരു കുഴിയിലേക്ക് വീണുപോയി. പുറത്താണെങ്കിൽ കോരി ചൊരിയുന്ന മഴ, ഡോറ് തുറന്ന് ഇറങ്ങാനും പറ്റില്ല. എനിക്ക് മനസ്സിലായി രണ്ട് വീലും കുഴിയിൽ പോയിരിക്കുകയാണ്. രാത്രി 1 മണി സമയം, ഒരു മനുഷ്യനില്ലാത്ത സമയം. എന്ത് ചെയ്യുമെന്നുള്ളൊരു അസ്വസ്ഥതയിൽ നിൽക്കണേ. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ വണ്ടിയുടെ മുമ്പിൽ കറുത്ത കോട്ടിട്ട കുറച്ച് ആൾക്കാർ. എനിക്കങ്ങനെ തോന്നണം. വണ്ടി പൊക്കി കരയിലേക്ക് വെച്ചു. ഞാൻ അവരോടൊരു നന്ദി വാക്ക് പറയാൻ വേണ്ടി ഡോറ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഇതെനിക്കുണ്ടായ അനുഭവമാണ്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് 100% സത്യം. പക്ഷെ നിങ്ങൾക്ക് നുണയായിട്ടല്ലേ അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇത് ഞാനും ഭാര്യയും സാക്ഷിയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതെനിക്കുണ്ടായ അനുഭവം. ഈ അനുഭവം, ഞാനിങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഇതിൽ കൂടി പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? പരിഹാസം കേൾക്കാമെന്നല്ലാതെ വല്ല വിഷയമുണ്ട്? ഇതെൻ്റെ അനുഭവമാണ്, അതെൻ്റെ ഉള്ളിലിരിക്കട്ടെ. പക്ഷെ എല്ലാവരും ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പറയുമ്പോൾ മഹാന്മാരെ ചീത്തയാക്കാൻ, മഹാന്മാരെ കുഴപ്പത്തിലാക്കാൻ, അവർക്ക് ചീത്തപ്പേര് കേൾപ്പിക്കാൻ നമ്മളൊരു കാരണക്കാരനായി മാറണം. അത് പറയരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ നല്ല മനസ്സോടുകൂടി ജീവിക്കുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, കഴിയുന്നത് നമ്മൾക്ക് കിട്ടുന്ന എനർജി, ആശ്വാസം. നമ്മുടെ വീട്ടിലൊരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഒരു കറുത്ത പുള്ളിപ്പാട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിൽ സംശയം വരും. അതിൽ എന്ത് അഴുക്കാണൊക്കെ എടുക്കണമെന്ന്. ആ അഴുക്ക് മാറ്റാതെ, അതെന്താണെന്ന് അറിയാതെ നമുക്ക് അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ തോന്നില്ല. അപ്പം എന്നതുപോലെയാണ് അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നത്. നമ്മുടെ ഹൃദയം മൊത്തം കറവറിച്ച് കിടക്കണം. പലതരം അറിവുകളൊക്കെ കിട്ടിയിട്ട് നമ്മളൊക്കെ മൊത്തത്തിൽ കൺഫ്യൂഷനായി കിട്ടുന്നത്. പിന്നെ നമ്മളൊരു ശരി കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ മുമ്പുണ്ടായിരുന്ന അഴുക്കുകളൊക്കെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹില്ലദീം ചൊല്ലി 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 നമ്മളിൽ നിന്ന് കളഞ്ഞ് ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് നല്ലത് പറയണം എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയെ കൊണ്ടുവരാനുള്ളൊരു പ്രയത്നം ഇതെല്ലാവരിലും ഉണ്ടാകണം. എന്നും രാവിലെ ഉണരുമ്പോൾ അൽഹംദുലില്ലാഹ് പറയുക,